ഹായ്, എൻ്റെ പേര് സേറ ജേക്കബ് നായർ എന്നാണ്. ഞാനിന്ന് നിങ്ങളെ മോരുകറി ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ്. കേരളത്തിൽ എല്ലാ വീടുകളിലും എപ്പോഴും എന്നും ഉണ്ടാക്കുന്നൊരു സാധനമാണ് മോരുകറി. വളരെ എളുപ്പമാണ്. ഞാനൊരു ഈ റെസിപ്പി വളരെ എളുപ്പമായിട്ട് നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു തരാം കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തൈരാണ് ഏറ്റവും ആവശ്യം. കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ വളരെ നന്നായിരിക്കും, കാരണം പുളിയുള്ളതാണ് മോരുകറിക്ക് നല്ല രുചി. അതിന് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം തന്നെ തേങ്ങ. സോ നമുക്ക് ആദ്യം തന്നെ ഈ അരപ്പിനുള്ള സംഗതി ചേർക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അരപ്പുണ്ടാക്കാം. അരപ്പിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം പറഞ്ഞുതരാം. ആദ്യം മിക്സി എടുക്കുക, അതിനകത്തേക്ക് ആദ്യം തന്നെ തേങ്ങ ഇടുക. അപ്പം നമുക്ക് എന്തോരം തേങ്ങ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്പൂണിൽ കാണിച്ചു കൈ കൊണ്ട് എടുത്തു പോയി. ഇതിനകത്തിപ്പം ഏകദേശം 1 കപ്പ് തേങ്ങയുണ്ട്. നമുക്ക് ആ തേങ്ങ ആദ്യം ഇതിനകത്തേക്ക് ഇടാം. തേങ്ങ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ജീരകപ്പൊടി വേണം. ജീരകമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഞാൻ പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് മുഴുവൻ ജീരകമാണെങ്കിലും മുഴുവൻ ജീരകം ഇടാം. ഏകദേശം ഒരു നല്ലതായിട്ട് ഒരു 1/4 സ്പൂൺ ടു ഒരു സ്പൂൺ ജീരകപ്പൊടി ഇടുക. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ, അത് നിങ്ങൾക്ക് കളർ അനുസരിച്ചോ അതിൻ്റെ ആ രുചി അനുസരിച്ച് കുറച്ച് മഞ്ഞൾ, പിന്നെ ഒരു വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇല്ലെങ്കിലും സാരമില്ല, പക്ഷേ വെളുത്തുള്ളി ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതും അതിനകത്തേക്ക് ഒടിച്ചിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒടിച്ചിടുക, അല്ലെങ്കിൽ ചതച്ചിടുകയോ ഇടാം. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എരിവിട്ട് ഉണ്ടാക്കാം. അതും ഇതുപോലെ 2-3 ഒടിച്ചിട്ട്. എനിക്ക് കുറച്ച് എരിവുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട്. പിന്നെ തൈര് ചേർക്കുമ്പോൾ എരിവ് കുറയും, തേങ്ങ ചേർക്കുമ്പോൾ എരിവ് കുറയും, അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ഇട്ടു. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഇട്ടു? ജീരകം ഇട്ടു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, പിന്നെ കുറച്ച് വെള്ളം, കണ്ടമാനം വെള്ളം ഒഴിക്കേണ്ട, കാരണം നന്നായിട്ട് അരയണം ഇത്. കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച്, നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ അതിൻ്റെതായ വെള്ളം കുറേ ഇറങ്ങും. പാൽ കുറച്ച് കുറവാണെങ്കിൽ വെള്ളം കുറച്ച് ഇറങ്ങുള്ളൂ. നമുക്ക് നോക്കാം ഇതായിട്ടുണ്ടോ എന്ന്. നന്നായിട്ട് വെണ്ണ പോലെ അരയണം, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇത് നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞു കഴിഞ്ഞു. നമുക്കിനി ഒരു ബൗളിലേക്ക് അത് മാറ്റിയെടുക്കാം. അത് മുഴുവനായിട്ട് എടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈര് അത് കഴിഞ്ഞ് നമുക്ക് തൈര് നന്നായിട്ട് ഉടയണം. തൈര് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല, എല്ലാം പിരിഞ്ഞു പോകും. നമുക്ക് തൈരെടുക്കണം. തൈരെടുക്കുമ്പോൾ നന്നായിട്ട് ഉടയണം, അതായത് നന്നായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്ത് നന്നായിട്ട് ഉടയണം. ഒരു പോലും ഇങ്ങനെ ഒരു തരി പോലെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. തൈര് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്പൂണായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുക. ഈ മിക്സ്ചർ ഉണ്ടാക്കി വയ്ക്കുക, അത് ആദ്യമേ തന്നെ. തൈരും ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉപ്പിടുക. ഉപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളത്ര ഉപ്പിടുക. പക്ഷേ ഉപ്പില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. നമ്മുടെ തൈരിന് പുളിയുള്ളതുകൊണ്ട് ഉപ്പിടാതെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കില്ല. സോ നമുക്ക് ആവശ്യത്തിനത്ര. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ഇളക്കി നോക്കുക, ഉപ്പ് ആയോ നോക്കുക. ഉപ്പ് പാകമായി. അപ്പോൾ ഉപ്പ് പാകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് വേണം. അതാണ് ഉപ്പും ജീരകത്തിൻ്റെ ടേസ്റ്റും വായിൽ വരണം. ഇനി നമുക്ക് ഇതിന് കടുക് വറുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇതെടുത്ത് തൈര് ഒഴിച്ച സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് വേറെ ഏത് എണ്ണയായാലും നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഒരു സ്പൂണോളം ഒഴിക്കുക. ഇപ്പം എണ്ണ ഏകദേശം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുകിടുക. പിന്നെ നമുക്ക് കുറച്ച് ഉലുവയുടെ ഒരു 5-8 ഉലുവ ഇടുക. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഇതിനകത്ത് നിന്ന്. ഈ കടുകിൻ്റെയും ഈ ഉലുവയുടെയും മണം, അത് നല്ലൊരു മണമാണ്. അത് വെളിച്ചെണ്ണയിൽ വറക്കുന്നതിന് നല്ലൊരു മണമാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചുവന്ന മുളക് പൊടിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് നമ്മളിങ്ങനെ ഒരുമാതിരി ഇടിമുളക് എന്ന് പറയും നമ്മൾ. ഇടിമുളക് ഇടുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടുക. അതങ്ങോട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ തൈരിനെ ചേർത്ത് വെച്ചേക്കുന്ന ഈ ഇളക്കിക്കൊണ്ടേ തന്നെ ഇടണം. കുറച്ച് തീ കുറച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കുറച്ച് തീ കുറച്ച് വെക്കട്ടെ.
നന്നായിട്ട് ഇളക്കിക്കോണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചോണം, കാരണം വേഗം അതങ്ങോട്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ചൂടാക്കരുത്, തിളപ്പിക്കരുത്. ആവി ഇങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ആവി കാണുമ്പോൾ തന്നെ അതങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ ആദ്യത്തെ ആവി വന്നു കഴിഞ്ഞു, ഇറ്റ്സ് റെഡി. ഇത്രയേ ഉള്ളൂ ഒരു മോരുകറി ഉണ്ടാക്കാൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നു. നമ്മൾ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്യുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. സഞ്ജീവ് കപൂർ ഖസാന.